ഹായ് ഓൾ, എല്ലാവരും എന്ത് പറയുന്നത്? സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് എൻ്റെ ലീവിൻ്റെ 4ാമത്തെ ദിവസം. പക്ഷേ ഇന്നത്തെ പ്ലാനിങ് ഒന്നും നടക്കാൻ വഴിയില്ല. കാരണം എന്താ? ഇന്ന് ഹർത്താലാണ്. ഇന്ന് പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ഹർത്താലായാലും സാരില്ല, വാ നമുക്ക് യോഗ സെൻറ്ററിൽ പോകാമെന്ന് പറഞ്ഞ് ചേച്ചി പറഞ്ഞപ്പോൾ ഞാനും കൂടെ പോയി. അങ്ങനെ രാവിലെ യോഗയെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലെത്തി. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാനിങ്ങിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാൻ വാഴ 2 കാണാൻ പോകാം എന്നായിരുന്നു. പക്ഷേ നടക്കത്തില്ല. എന്ത് ചെയ്യാം അല്ലേ? അങ്ങനെ വീട്ടിലെത്തിയപ്പം ഉണ്ണിച്ചനും ദേവക്കുട്ടനൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. മോച്ചച്ച ദോശ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അമ്മമ്മ കറിയെല്ലാം ചൂടാക്കി വെച്ച്. കാരണം എന്നാന്ന് വെച്ചാലേ നമുക്ക് കറിയെല്ലാം ഒരുപാട് പേരെ എക്സ്പെക്റ്റ് ചെയ്ത് കുറേ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറിയെല്ലാം രാവിലെ തന്നെ അമ്മ ചൂടാക്കിയിട്ട് രാവിലെ ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പ്ലാനാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും സാമ്പാറുമാണ്. പിന്നെ ദോശ കഴിക്കുമ്പോൾ മുട്ടയില്ലെങ്കിൽ എന്താണ് ഒരു ആഘോഷം അല്ലേ? പ്രോട്ടീൻ കഴിച്ചാലല്ലേ ഉള്ളൂ വയറ് സമ്മതിക്കുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ വിശക്കാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഞാൻ ഡ്യൂട്ടിയൊക്കെ വരുമ്പോഴത്തേനാണെങ്കിൽ ദോശയോ ഇഡലിയോ തന്നെ കഴിച്ചിട്ട് പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ട്. അതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മുട്ട കഴിച്ചേ മതിയാകത്തുള്ളൂ. എന്നാലേ ഒരു മനസുഖവും കിട്ടത്തുള്ളൂ. അങ്ങനെ ഇന്ന് എല്ലാവർക്കും മുട്ട പുഴുങ്ങി വേണ്ടവർക്ക് പുഴുങ്ങിയും കൊടുത്തു, പൊരിച്ച് വേണ്ടവർക്ക് പൊരിച്ചു എടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാനായിട്ടിരുന്നു. ഇന്ന് മുത്തിയമ്മയും കൂടി ഉണ്ട് കഴിക്കാൻ. കഴിച്ചു കഴിഞ്ഞപ്പം എന്നത്തെ പോലെ തന്നെ നാട്ടിൽ മാങ്ങ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അങ്ങനെ കുറച്ച് മാങ്ങയൊക്കെ ചെത്തി അങ്ങ് കഴിക്കാൻ തുടങ്ങി. അതിനുശേഷം ഉച്ചയ്ക്കത്തെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചപ്പം അമ്മമ്മ പറഞ്ഞു, നമുക്കൊന്ന് ബിരിയാണി വെച്ചാലോ? ബിരിയാണി നോക്ക്, ഇത് ഇവിടുന്ന് മസ്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി റൈസ്. അപ്പം അതുകൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി മേടിച്ച് വെച്ചതാണ്. അല്ല സോറി, കൊണ്ടുപോയതാണ്. പിന്നെ ഈ പ്രാവശ്യം കൊണ്ടുപോയപ്പം അമ്മമ്മയ്ക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മമ്മയുടെ ഒരു ഡയലോഗും കൂടെ, നീ വെച്ചാലേ ശരിയാകത്തുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒഴിഞ്ഞുമാറലാണോ എന്നെനിക്ക് സംശയമില്ലാതില്ലായിരുന്നു. പിന്നെ ചൂടൊക്കെയല്ലേ, മോച്ചിച്ച ഒരു ഫാനൊക്കെ സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ അടുക്കളയിൽ നിന്നിട്ട് ഇന്ന് സോയ ചങ്ക്സ് ഇട്ട് ബിരിയാണി വെച്ചേക്കാമെന്ന് കരുതി. പക്ഷെ ഒരു പണി ചെറുതായിട്ട് കിട്ടിയായിരുന്നു. എന്താണെന്നല്ലേ, ഉള്ള കുക്കറെല്ലാം അമ്മമ്മ പോന്നപ്പം മസ്കറ്റിന് കൊണ്ടുവന്നുകൊണ്ട് അവിടെ ഇരിക്കുന്ന കുക്കർ 10 ലിറ്ററിൻ്റെ കുക്കറായിരുന്നു. അപ്പം അതിനകത്ത് കുറേ സമയമെടുത്ത് അരി വേകാനായിട്ട്. പിന്നെ എൻ്റെ കണക്കിന് ഞാൻ കുക്കറിന് വെയിറ്റ് ഇട്ട് ഒരു വിസിലടിക്കുമ്പം ഓഫ് ചെയ്ത് വെക്കലാണ് പതിവ്. എനിവേ വലിയ കുഴപ്പമില്ലായിരുന്നു. ആ കുക്കറിൽ എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാൻ സലാഡ് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി. അമ്മമ്മ ആണെങ്കിൽ പപ്പടം കാച്ചാനായിട്ടും പോയി. ഹിമ ചേച്ചി ഭയങ്കര ക്ഷീണമാണെന്നും പറഞ്ഞു. അത് എന്തിൻ്റെ ഇന്നലത്തെ പൂരത്തിൻ്റെ ക്ഷീണമാണെന്നും പറഞ്ഞു ഹിമചേച്ചിക്ക് ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് ഹിമചേച്ചി പോയി കിടന്നു. അങ്ങനെ ഫുഡെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് നിർബന്ധം വാഴയില തന്നെ കഴിക്കണമെന്ന്. അങ്ങനെ വാഴയിലെല്ലാം വെട്ടി ഞങ്ങളെല്ലാവരും കൂടെ സോയ ചങ്ക്സിന് ബിരിയാണി കഴിച്ചു. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ. നല്ല സൂപ്പറായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. എല്ലാവരും എന്ന് പറഞ്ഞാൽ നീ ഇവരിയ്ക്കുന്നവരല്ല. അങ്ങനെ ഉണ്ണിച്ചനും ഭയങ്കര ഇഷ്ടമായി. ഉണ്ണിച്ചനും ദേവുവിനും ഈ റൈസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഈ റൈസിലാണ് ഓടിപ്പോകുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചൂട് സമ്മതിക്കണ്ടേ, അതിന് മോച്ചിച്ച അടുക്കളയിൽ നിന്ന് ഫാൻ എടുത്ത് അങ്ങോട്ട്. അതെ, ഞാൻ ഈ റീസെൻ്റ്ലി ഒരു ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും അമ്മയുടെ അമ്മയും എൻ്റെ മോളും കൂടി ചേർന്നൊരു റീല്. ആ റീലിന് എനിക്ക് അത്യാവശ്യം ചെറിയൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്രയും ഒരു 73K വ്യൂസ് കിട്ടിയപ്പം ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടോ. കാരണം നമുക്ക് എന്താ പറയുക, പെട്ടെന്നൊരു ചേഞ്ച് ചാനലിൽ വരുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഹാപ്പിനെസ് തന്നെയാണല്ലോ അല്ലേ? അതിൽ കൂടെ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സും എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഉച്ചയാകാറായപ്പോഴത്തേന് മഴ പെയ്തപ്പോൾ ഞങ്ങൾ മഴയത്തൊക്കെ കുറച്ച് കളിച്ച് കഴിഞ്ഞ ശേഷം, ഇന്ന് ഹർത്താലല്ലേ, കടകളൊന്നും തുറക്കത്തില്ലല്ലോ, അതുകൊണ്ട് നാളെ ഞങ്ങൾക്ക് ചെറിയൊരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. പക്ഷേ വീട്ടിൽ പറഞ്ഞത് തയ്ക്കാൻ കൊടുത്തിട്ടുള്ള തുണി മേടിക്കാൻ പോകാമെന്നും പറഞ്ഞ് ഞാനും ചേച്ചിയും കൂടെ ഇറങ്ങി. കുറേ തപ്പി വേറെ ആരുടെയും അല്ല കേട്ടോ, നമ്മുടെ മോച്ചച്ചയുടെ ബർത്ത്ഡേ നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നമുക്ക് കാണാം എന്തായി തീരുമെന്ന്. അങ്ങനെ ഡ്രസ്സ് മേടിക്കാനായിട്ട് കവല വന്നപ്പോഴത്തേന് ഒരു ഷോപ്പും തുറന്നിട്ടില്ല. ആകെ തുറന്നത് ഈ ഷോപ്പിലായിരുന്നു.
പിന്നെ നമുക്ക് ഡ്രസ്സ് എടുത്തേ മതിയാവുള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് 2 പേർക്കും പറ്റുന്ന ഡ്രസ്സുകൾ എടുത്ത് മോച്ചച്ചിക്ക് കൊടുക്കുമ്പം അമ്മയ്ക്ക് കൊടുത്തില്ല, പിന്നെ നമുക്കൊരു വിഷമാന്നേ. അല്ല, അമ്മയ്ക്കെങ്ങാനും ഒരു വിഷമം ആയാലോ, നമ്മുടെ അമ്മയല്ലേ. അങ്ങനെ 2 പേർക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഞാനും ഹിമചേച്ചിയും കൂടെ നേരെ പോയത് ബെസ്റ്റ് ബേക്കറിയിലോട്ടാണ്. എന്തിനാന്നല്ലേ, ഇവിടുന്ന് പോന്നപ്പോഴത്തേന് ഞങ്ങൾ ലേറ്റ് ആകുന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു പൊറോട്ട മേടിക്കാൻ വേണ്ടി നിൽക്കുക, അതാണ് ലേറ്റ് ആകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പൊറോട്ട ഇല്ലാതെ വീട്ടിൽ ചെല്ലാൻ പറ്റുമോ? അങ്ങനെ പൊറോട്ടയും കറിയും എല്ലാം മേടിച്ച് അമ്മയ്ക്ക് ചപ്പാത്തിയൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ടെത്തി. വീട്ടിൽ ചെന്നപ്പോൾ ദേ ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്യുമായിരുന്നു. കിച്ചിക്കുട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഫുഡ് കഴിക്കാൻ എടുത്തപ്പം ആണ്ടതേ ചപ്പാത്തി ഇല്ല. അമ്മമ്മയ്ക്കാണ് ചപ്പാത്തി മേടിച്ചത് കേട്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ അമ്മമ്മ പൊറോട്ട കഴിക്കത്തില്ല, അത് മൈദയാണല്ലോ. ഷുഗറുള്ള ആൾക്ക് മൈദ പറ്റില്ലെന്നാണ് അമ്മ പറയുന്നത്. പിന്നെ മൈദ അത്ര സുഖമുള്ള അല്ലല്ലോ. പിന്നെ ഗോതമ്പിൻ്റെ പൊറോട്ട ഇല്ലായിരുന്നു താനും. അങ്ങനെ അപ്പം ഇതേ കിച്ചിക്കുട്ടൻ പറഞ്ഞു ചിറ്റേ സാരയില്ല, ഞാൻ പോയിട്ട് മേടിച്ചോളാന്ന്. അങ്ങനെ കിച്ചിക്കുട്ടനെ 2ാമത് വിട്ട് ചപ്പാത്തിയും മേടിച്ച് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. ഒരു കാര്യം പറയട്ടെ, ഉറങ്ങിക്കിടന്നിരുന്ന മുത്തിയേനെയും വിളിച്ച് പൊറോട്ട കൊടുത്തിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അങ്ങനെ എൻ്റെ 4ാമത്തെ ദിവസത്തെ ലീവ് ഇത്ര ഹാപ്പി ആയിട്ടാണ് എൻ്റെ ആയത്. അപ്പം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എക്സ്പെഷ്യലി പുതിയ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ താങ്ക്സ്.